ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ ആദ്യം കിട്ടിയ സ്പ്രെഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു സ്വർണ്ണ കപ്പ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു വെളുത്ത കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുള്ള സന്ദേശം വഹിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരാളിനെ പോലെ നമുക്ക് തോന്നുന്നു. അതുപോലെ ബോധം, സർഗാത്മകത, ഉജ്ജ്വലമായ ഭാവന ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സ്നേഹത്തെയും സൗന്ദര്യത്തെയും ആദരവിനെയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശാന്തത, ഐക്യം, നിഷ്കളങ്കത ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ ഇവിടെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കുതിരയെ ശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതീകമായി നമുക്ക് കണക്കാക്കാമെന്ന് പറയുന്നുണ്ട്. വികാരങ്ങളുടെയും ഭാവനയുടെയും പുതിയ ഒരു ജീവിതം സൃഷ്ടിക്കാനുള്ള കഴിവിനെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ നിങ്ങളെ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു പ്രണയത്തെ ഇവിടെ വളരെയധികം നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് ശക്തമായ അവബോധവും വികാരങ്ങളും ഉണ്ടെന്ന് പറയുന്നു. ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്, അതുപോലെ അറിവുള്ള വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അനുകമ്പയും പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ അനുകമ്പയും എല്ലാ കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് വളരെയധികം ഇഴുകിച്ചേർന്ന് നല്ല പെരുമാറ്റ യോഗ്യതയുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്. വിശാലമായ തുറന്ന ഹൃദയമാണ് ആ വ്യക്തിക്കെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു നിയന്ത്രണവും ആശങ്കയോ ഒന്നുമില്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് അവരുടെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അവർ സ്നേഹിക്കാൻ അറിയാവുന്നവരെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും പൊരുത്തപ്പെട്ടു പോകുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. അതുപോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വളരെ ഇഷ്ടമുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ഏതു വെല്ലുവിളിയും നേരിടാൻ തയ്യാറായ വ്യക്തി എന്ന് പറയുന്നു. ബുദ്ധിപരമായിട്ടാണ് അവർ പല തീരുമാനവും എടുക്കാറെന്നാണ് പറയുന്നത്. അതിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, ചിലരുടെയൊക്കെ ലൈഫിൽ ചിലർ ഡേറ്റിങ്ങിലായിരിക്കുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലാതെ പ്രണയിക്കുന്നവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവ സവിശേഷത ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യത്തിൽ ഇപ്പോൾ ഭൗതികവും ശാരീരികവും വൈകാരികവുമായ ബന്ധത്തിൻ്റെ ഒരു അടയാളമായിട്ടൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത് അത്രയും ഒരു ഡീപ്പായ ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ തമ്മിലൊരു പ്രതികൂലമായ വികാരങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദുഃഖത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്. എന്തോ സംഭവം നിങ്ങളുടെ ലൈഫിലുണ്ടായി എന്നും നിങ്ങൾക്കെന്തോ ബുദ്ധിമുട്ട് തടസ്സവും വന്നിട്ടുണ്ടെന്നുമൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്തോ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ആ നഷ്ടത്തിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പശ്ചാത്താപവും നിങ്ങളിൽ ഉണ്ടായ പോരായ്മകളെയും കുറച്ചൊക്കെ ഇവിടെ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ദുഃഖിക്കേണ്ട സമയമായിരിക്കാം, നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ
ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡീപ്പായ ഒരു ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ബന്ധത്തിൽ ഡേറ്റിങ്ങിന് പോകുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട്, വിവാഹത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾ അകന്നു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേർപിരിയലിനെ കൂടെ ഇവിടെ നിങ്ങളങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്കും സംഘർഷങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളതായി പറയുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഇവിടെ 2 കപ്പുകൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും, സഹിക്കാവുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അവഗണിച്ച് കളയാം. കാരണം അത് നിങ്ങൾ തലയിൽ ചുമക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ അത്രയും ഡീപ്പായ ബന്ധമാണ്, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയുന്ന ഒരു ബന്ധമല്ല എന്നിവിടെ പറയുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരിയാനോ നിങ്ങൾക്ക് മാറാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്ന വ്യക്തികളല്ല, അങ്ങനെയുള്ള ആളായിട്ടല്ല നിങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണമെന്നുള്ള ആൾക്കാരാണ്. കാരണം നിങ്ങൾക്ക് മാത്രമേ ഒത്തുപോകാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രണയത്തിൽ സങ്കടപ്പെടേണ്ട കാര്യങ്ങളുള്ളതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് നിങ്ങൾ ഏറെ ദുഃഖത്തിലും വിഷാദത്തിലുമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ചെയ്തതെന്തോ തെറ്റിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു നിരാശ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നിരാശ വന്നിട്ടുള്ളത്, അതിൻ്റെ ഫലമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവർ കളഞ്ഞിട്ട് പോകും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധം പലപ്പോഴും വഷളായി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത എപ്പോഴും അവർ കളഞ്ഞിട്ട് പോകുമോ, അവരെന്നെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ നിങ്ങൾ ഒത്തിരി പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്കും അങ്ങനെയുള്ള ചിന്തയുണ്ട്, അവരെ വിട്ടിട്ട് പോകും. ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വഷളാകാറുള്ളത് പലപ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് ദീർഘനാളത്തെ അടുപ്പം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ദീർഘനാളത്തെ അടുപ്പത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് നിങ്ങളോ നിങ്ങൾക്ക് അവരോ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നതെന്ന് പറയുന്നു. അവർക്ക് നിങ്ങളില്ലാതെ ഒരു കാര്യവും പറ്റില്ല എന്നുള്ളതാണ്. അവർക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ദീർഘനാളത്തെ അടുപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. കാരണം ഒരുപാട് നാളത്തെ അടുപ്പം ഉണ്ടാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങളില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ തമ്മിലാണ് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾ ഡീപ്പായ ഒരു ബന്ധമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നല്ല ഒരു നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദീർഘനാൾ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബന്ധത്തെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല കുടുംബ ജീവിതവുമായിട്ടൊക്കെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കാണെങ്കിൽ അവരുടെ ഇടയിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും സാധിക്കുവാനുള്ള സമയമെന്നാണ് പറയുന്നത്. അവർ നിങ്ങളോടൊപ്പമുള്ള ലൈഫിന് വേണ്ടി എന്ത് പ്രതിബദ്ധതയും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണെന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എന്ത് പ്രതിബദ്ധതയും അവർ ഏറ്റെടുക്കാൻ തയ്യാറെന്നാണ് പറയുന്നത്. അവർക്ക് ആ ബന്ധത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവർ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, അത് നേരിടാൻ അവർ
പാകമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ അതിന് ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് 2 പേരെ കൊണ്ടും ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കൗൺസിലറെ കാണാമെന്നും കൗൺസിലിങ്ങിന് പോകാമെന്നുമൊക്കെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും പരസ്പരം ഒരുമിച്ച് ആശയവിനിമയം നടത്തണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പരസ്പരം ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ ഇല്ലാതാക്കിയതിന് ശേഷം നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിക്കണം. അത് നിങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തിയാലേ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുള്ളൂ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പരിഹരിച്ചാൽ മാത്രമേ ആ വ്യക്തി അതിന് വില്ലിങ്ങാണ്, നിങ്ങളും അതിന് തയ്യാറാവണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ മറ്റു സ്പ്രെഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായിട്ടൊക്കെ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് വേണം ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങളുടെ മൈൻഡിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണമെന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് എനർജി കൊടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലെ പോസിറ്റിവിറ്റി ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കൊള്ളാമെന്നും നിങ്ങളെ വളരെയധികം സംരക്ഷിക്കുന്നുവെന്നും വാക്കുകളിലൂടെ അല്ല അവരുടെ പ്രണയമെന്നും അവരുടെ എല്ലാം പ്രവൃത്തിയിലൂടെയാണ് അവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വൈകാരികമായും സാമ്പത്തികമായും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങും നിങ്ങൾ തമ്മിലുള്ള ലൈഫും എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ചെറിയ ഒരു വിഷയത്തിൻ്റെ പേരിലുണ്ടായ തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ദീർഘനാളത്തെ ഒരു ജീവിതമാണ് ആശംസിക്കുന്നത്. കാരണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവെന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് വന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കരകയറും. നിങ്ങൾക്കതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചു പോയത്, നമ്മുടെ ലൈഫിൽ എന്താണ് ഉണ്ടായത്, അതിനെക്കുറിച്ച് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. നിങ്ങൾ തമ്മിൽ പരസ്പരം ആ പ്രശ്നങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അത് പരിഹരിക്കാനാണ് പറയുന്നത്. അപ്പോൾ പരിഹരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതലും സ്ഥാനം അവർ തന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു നിലപാടിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 പേരും ഒരേ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നവരെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായി നിങ്ങൾ 2 പേരും ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളെന്നാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ പക്വതയായിട്ട് മനസ്സിലാക്കണമെന്ന് പറയും. പല കാര്യങ്ങളും ചില സമയത്ത് പക്വതയില്ലായ്മയും വിശ്വാസമില്ലായ്മയുടെയും പുറത്താണ് നിങ്ങൾക്കിങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. എന്ത് പ്രശ്നവും നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ പരിഹരിക്കാൻ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനും പറയുന്നു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലറിനെ കാണുകയോ കൗൺസിലിങ്ങിന് പോവുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാമെന്ന് പറയുന്നു. കാരണം ഇവിടെ നിങ്ങൾക്ക് 2 പേർക്ക് നിങ്ങൾക്ക് പരസ്പരം ആവശ്യമുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് തമ്മിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് തമ്മിലേ ആണ് ജീവിതം പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ദീർഘനാളൊക്കെ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്വൈസ് തന്നെ യൂണിവേഴ്സ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് തമ്മിൽ തന്നെയാണ് ജീവിക്കേണ്ടത്, നിങ്ങൾ തമ്മിലാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ
ഒരു കൗൺസിലിങ്ങിനൊക്കെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് ആരെയാണോ ആഗ്രഹമുള്ളത് ആ വ്യക്തിയെ കൊണ്ട് സംസാരിപ്പിച്ചത് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. കാരണം അത്രയും വലിയൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന പ്രോബ്ലമാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെന്ന് പറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.